ഞാൻ ഇന്നലെ വൈകിട്ട് ആടിനെ അയക്കാൻ ചെല്ലുമ്പോൾ ഒരു പട്ടികൾ ആടിനെ എല്ലാം കൊന്നിട്ടാക്കണം. ഒരു 5 മണി സമയമായി. എല്ലാ ദിവസവും കൊണ്ടുവന്ന് കെട്ടുന്ന സ്ഥലത്ത് തന്നെ ഇന്നലെയും കെട്ടിയായിരുന്നത്. കണ്ട ഇത് ഓടിച്ചെന്ന് ആടിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് സൗണ്ട് കേട്ട് എൻ്റെ അയൽവക്കക്കാരൻ ചെന്ന് നോക്കുമ്പോൾ 7 പട്ടികളുണ്ടായിരുന്നു. അവസാനത്തെ ആടിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സീനാണ് അവൻ കണ്ടത്. പിന്നെ ഞാനപ്പോൾ തന്നെ പഞ്ചായത്തിലേക്ക് വിളിച്ച് വാർഡ് മെമ്പറെ അറിയിച്ചു. വൈകിട്ട് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ ചേട്ടൻ KP അയ്യപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് എന്നോട് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് കൊടുത്തിട്ടുണ്ട്. 4 എണ്ണത്തിനും കൊന്നായിരുന്നു. 2 കറക്കുന്ന ആടും അതിൻ്റെ ഓരോ കുഞ്ഞുങ്ങളായിരുന്നു. ഞാനിപ്പോൾ ഒരു 3-4-5 വർഷമായിട്ട് എൻ്റെ ഇത് ആട് സ്ഥിരമായിട്ടുള്ളതാണ്. 2 കറക്കണ ആടായിരുന്നു, കറവയുള്ളതാണ്. 2 ആടിനും ഓരോ കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ വൈകുന്നേരത്തോടുകൂടി സംഭവം ഈ നേരം 7 മണിയായപ്പോഴേക്കും ഞങ്ങളത് ഇവരെല്ലാവരും കണ്ടതിന് ശേഷം മറവ് ചെയ്തായിരുന്നു. വളർത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ 4 എണ്ണത്തിനെ വളർത്താൻ ബുദ്ധിമുട്ടാണ്. ഒരു 4 ആടൊക്കെ വളരാമെന്ന് പറയുമ്പോൾ മറ്റുള്ള സാധനങ്ങൾ പോലെ എല്ലായിടത്തും കൊണ്ടുപോയി കെട്ടാനോ വളർത്താനോ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിന് വല്ല പ്ലാവിൻ്റെ ഇലയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കെട്ടി പറമ്പിലേക്ക് ഇറക്കി കെട്ടും. ഞങ്ങൾ ഇന്നലെ വീട്ടിലുണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു, ഇങ്ങനെ ആടിൻ്റെയും പട്ടീൻ്റെയും സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞ് ഞാൻ തൊട്ടടുത്ത് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. അവർ ഓടി ചെല്ലുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ ആട്, 4ാമത്തെ ആട്. മറ്റുള്ളതിനൊക്കെ ഒരു കുഞ്ഞിനെ തല വേർപെടുത്തിയിട്ടേക്കുന്നു. ബാക്കിയെല്ലാം കൊന്ന് ഇട്ടേക്കായിരുന്നു. പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും സംഭവം എല്ലാം തീർന്നു. ഇവരെല്ലാവരും ഉണ്ട്, കുറച്ച് നാട്ടുകാരൊക്കെ കൂടിയുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി, ഭയങ്കര വിഷമത്തിലായിരുന്നു. എൻ്റെ പേര് മിനി ഡേവിസ്. ഞാൻ കറുകുറ്റി പഞ്ചായത്തിലെ 13ാം വാർഡിലാണ്. എൻ്റെ വാർഡിൽ ജോയ് ഭാരതി കുളങ്ങര ചേട്ടൻ്റെ ഒരു 4 ആട്ടിനെ ഇന്നലെ ഒരു 7ഓളം വരുന്ന തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. വളരെ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം ആടുകുഞ്ഞുങ്ങളുടെയൊക്കെ തല വേർപെട്ട നിലയിലായിരുന്നു ആ ഒരു കാഴ്ച. നമുക്ക് ഒരു കഴിഞ്ഞ വർഷം ജോയിച്ചേട്ടനെ സംബന്ധിച്ച് എല്ലാ മൃഗങ്ങളും വീട്ടിൽ വളർത്തുന്നതാണ്. സമ്മിശ്ര കർഷകനുള്ള വാർഡ് ജോയിച്ചേട്ടന് നേരത്തെ കിട്ടിയിരുന്ന ഒരാളാണ്. ആട്, പൂച്ച, പട്ടി, മുയൽ, കോഴി, താറാവ്, വാത്ത അങ്ങനെ വേണ്ട എല്ലാ മൃഗങ്ങളും ഇവിടെയുണ്ട്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആട് അത്രയും വലുതാവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ തെരുവ് നായ്ക്കളുടെ ശല്യം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലും ഒരു ജാഗ്രത വേണം. അപ്പോൾ അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഒരു നിത്യവൃത്തി കഴിഞ്ഞു പോണത് ഈ ഒരു വരുമാനം കൊണ്ടായിരിക്കും. അപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും ഇതുപോലെ പട്ടീനെ ഒരു വന്ധീകരണം അത്യാവശ്യമാണ്. ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ. കാരണം ഒരു മനുഷ്യൻ്റെ ജീവനെ വില പോലും കൽപ്പിക്കുന്ന അതുപോലെ തന്നെയാണല്ലോ ഒരു മൃഗങ്ങളുടെ ജീവനും. അപ്പോൾ അതൊരു ഭയങ്കര വേദനയായിരുന്നു ഇന്നലെ അത് ആ കാഴ്ച കണ്ടപ്പോൾ. അപ്പോൾ ഇനി അത് ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും ഒരു ജാഗ്രത എല്ലാവരും വേണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. നായ്ക്കളുടെ വംശനാശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും ഒരു പരിധി വരെ മാറ്റാൻ വേണ്ടിയിട്ട് മേൽത്തട്ടിൽ നിന്നുള്ളൊരു നടപടി ഉണ്ടായാൽ മാത്രമാണ് പഞ്ചായത്തുകളിലേക്ക് അത് വ്യാപകമാവുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ ആടിനെയാണ് പട്ടികൾ പിടിച്ചത്. ഞങ്ങൾ സൗണ്ട് കേട്ട് ഓടിച്ചെല്ലുമ്പോൾ അവസാനത്തെ ആടിനെ ആക്രമിക്കുകയായിരുന്നു. ബാക്കി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടായിരുന്നു. കഴുത്തൊക്കെ വേർപെട്ട നിലയിലായിരുന്നു. അപ്പോൾ ആദ്യം ചെന്നത് എൻ്റെ ഇളയപ്പൻ്റെ മോൻ തന്നെയായിരുന്നു, ജസ്റ്റിൻ ആയിരുന്നു. അവനെ പട്ടി ആക്രമിക്കാനായിട്ട് തിരിഞ്ഞു. അപ്പം ഞങ്ങൾ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ പട്ടികൾ ഓടിപ്പോയാണ് ചെയ്തത്. പക്ഷേ ആ ആടുകളുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല. ഇത്രയും നാൾ നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തിയിട്ട് നമുക്ക് ഒരു ആദായം കിട്ടുന്ന സമയത്താണ് ഒക്കെ പോയിരിക്കുന്നത്. അതായത് തെരുവായികളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മക്കളെ പോലും പിടിച്ച് കടിച്ച് തിന്നുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം എൻ്റെ മക്കളൊക്കെ ഇതിലേക്ക് എപ്പോഴും ഓടി കളിക്കുന്നതാണ്. അവർക്ക് ഒരു അപകട ഭീഷണിയാണ് ഇത്. അപ്പം അതിനെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 5:30 ആണ് എന്നെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അപ്പോഴേക്കും അവസാനത്തെ ആടിനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാത്തിനെയും കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 സൈഡിലായിരുന്നു. കയറൊക്കെ കടിച്ച് ഒക്കെ ഇട്ടേക്കായിരുന്നു. തല വേർപെട്ട നിലയിലായിരുന്നു 2 കുഞ്ഞുങ്ങളുടെ. നമ്മുടെ വാഴ ആണെങ്കിൽ അതിൻ്റെ പൊക്കോട്ടെ.